ഹലോ സോൾ ഫാമിലി, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ശാന്തിയും സമാധാനവും നേരുന്നു. അപ്പോൾ ഇന്നത്തെ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ 2 ഓപ്ഷൻസ് എടുത്തു വച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഓൾറെഡി സ്ക്രീനിൽ കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇന്ന് ഞാൻ എടുത്തേക്കുന്നത് 2 പിക്ചേഴ്സാണ്. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ട്രസ്റ്റ് ചെയ്തിട്ട് ഇതിൽ നിന്നൊരു ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ റീഡിംഗ് കാണാവുന്നതാണ്. അപ്പോൾ ഏത് സമയത്താണോ നിങ്ങൾ ഈ റീഡിങ്ങിലോട്ട് അട്രാക്റ്റ് ആയിട്ട് വരുന്നത് അതാണ് കറക്റ്റ് ടൈം ഇത് വാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ പൈൽ സെലക്ഷൻ നടത്തുക. നമുക്ക് റീഡിംഗ് ആയിട്ട് കാണാം. താങ്ക് യു. ഹലോ പൈൽ നമ്പർ 1, വെൽക്കം ടു യുവർ റീഡിംഗ്. നമുക്ക് നോക്കാം നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്തൊക്കെയാണ്. അപ്പോൾ നിങ്ങൾ എന്നാണോ റീഡിംഗ് കാണുന്നത് അതാണ് ഇത് കാണാനായിട്ടുള്ള കറക്റ്റ് ടൈമിംഗ്. ഓക്കെ, താങ്ക് യു. പൈൽ നമ്പർ 1, താങ്ക് യു. ഈ കാർഡ്സിൽ നിന്ന് എടുക്കാം. 2 of Pentacles. Again 2 ആണ് വന്നിരിക്കുന്നത്. 8 of Wands-ന്റെ എനർജി. Ace of Pentacles-ന്റെ എനർജി. ഓക്കെ, ഇവിടെ വന്നിട്ട് ഇന്നത്തെ ദിവസം ബാലൻസിൻ്റെ, യൂണിയൻ്റെ, പാർട്ട്ണർഷിപ്പിൻ്റെ ഓക്കെ ആ ഒരു കമ്പാനിയൻഷിപ്പിൻ്റെ എനർജിയാണ് കൂടുതലായിട്ട് കാണാനായിട്ട് സാധിക്കുന്നത്. ഈ ഇതിൽ വന്നിട്ട് 2222 ഏഞ്ചൽ നമ്പർ ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങളോട് വന്നിട്ട് പോസിറ്റീവ് സൈഡിൽ ഫോക്കസ് ചെയ്യാനായിട്ടാണ് പറയുന്നത്. ഓക്കെ, കുറച്ച് പേർക്ക് നിങ്ങളുടെ ഗോൾ എന്താണോ, മിഷൻ എന്താണോ അത് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടെ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഇൻറ്റൻഷൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ടും കുറച്ചും കൂടെ ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ ചെയ്യാനായിട്ടും ഈ ഒരു സമയത്ത് ശ്രദ്ധിക്കുക. അതിനു വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒത്തിരി സപ്പോർട്ടുള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ഫാമിലിയുടെ സപ്പോർട്ടായിരിക്കാം, നിങ്ങളുടെ ലവ്ഡ് വൺസിൻ്റെ സപ്പോർട്ട്, ആ ഒരു കെയർ, അറ്റൻഷൻ അതെല്ലാം ലഭിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേരുടെ ഇവിടെ ഹെൽത്തായിട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ ഓക്കെ, ഫാമിലിയിൽ ആർക്ക് വേണമെങ്കിലും ആകാം, അവർക്ക് എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ ആ ഒരു പ്രസൻസ് അല്ലെങ്കിൽ ആ ഒരു കെയർ, അറ്റൻഷൻ ആവശ്യമായിട്ട് വരുന്നുണ്ടാകാം ഇന്നത്തെ ദിവസം വന്നിട്ട്. ഓക്കെ, അപ്പോൾ അതൊന്ന് കുറച്ച് ശ്രദ്ധിക്കുക ഈ ഒരു ടൈം പീരീഡിൽ. അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിൽ ഇന്നത്തെ ദിവസം എന്തെങ്കിലും ട്രിക്കി സിറ്റുവേഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷൻ വരുന്നുണ്ടെങ്കിൽ കുറച്ച് സമയം അതിൽ നിന്ന് മാറിയിരിക്കാനായിട്ട്, കുറച്ചൊരു റിലാക്സ്ഡ് ആയിട്ടുള്ള എനർജിയിൽ ഇരിക്കാനായിട്ട് ശ്രമിക്കുക. കുറച്ച് പേർക്ക് ആ ഒരു പ്രശ്നത്തിൻ്റെ പ്രയോറിറ്റി മനസ്സിലാക്കുക, അതിന് ഈ ഒരു സമയത്ത് മുൻഗണന കൊടുക്കേണ്ട ആവശ്യമുണ്ടോ അതിൽ ഒരു വ്യക്തത വരുത്താനായിട്ടും ഈ ഒരു ദിവസം പറയുന്നുണ്ട്. ഏസ് ഓഫ് പെൻറ്റക്കിൾസിൽ വന്നിട്ട് നിങ്ങളുടെ മണി, ഫിനാൻസ് അല്ലെങ്കിൽ കരിയറായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഒത്തിരി പീസ്, ഒത്തിരി പോസിറ്റീവ് എനർജിയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കുറച്ച് പേർക്ക് ന്യൂ ബിഗിനിങ്, മണി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ബ്ലെസ്സിങ്സ് ഓക്കെ, കുറച്ച് പേർക്ക് ന്യൂ ഓപ്പർച്യൂണിറ്റീസ് ആയിരിക്കും. കുറച്ച് പേർക്ക് നിങ്ങളുടെ കാലുകൾ കുറച്ചും കൂടെ ടേക്ക് കെയർ ചെയ്യാനായിട്ടും ശ്രദ്ധിക്കുക. ആ ഒരു ഗൈഡൻസാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കണ്ടോ, ക്യൂൻ ഓഫ് വോൺസിൻ്റെ എനർജി, ഒത്തിരി പവർ, ഒത്തിരി സ്ട്രെങ്ത്തിൻ്റെ എനർജി ഇന്നത്തെ ദിവസം കാണാൻ സാധിക്കുന്നുണ്ട്. 3 of Pentacles, 3 of Swords-ൻ്റെ എനർജി. ഈ ഒരു വിഷമം ആ ഒരു 3 of Pentacles-ൻ്റെ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അതായത് ഒരു ബാലൻസിലോട്ട് വരുന്നതാണ്. എന്താണോ നിങ്ങളെ കുറേ നാളായിട്ട് അലട്ടിക്കൊണ്ടിരുന്നത്, ആ ഒരു പെയിൻ, ആ ഒരു വിഷമം ഓക്കെ, അത് കുറച്ചൊരു ബ്ലെസ്സിങ്ങിൻ്റെ രൂപത്തിൽ അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് രീതിയിൽ നിങ്ങൾക്കതിനെ മാറ്റാനായിട്ട്, സൊല്യൂഷൻ കണ്ടെത്താനായിട്ട് ഇന്നത്തെ ദിവസം സാധിക്കുന്നതാണ്. കുറച്ച് പേർക്ക് നിങ്ങൾ വെയിറ്റ് ചെയ്തിരുന്ന എന്തെങ്കിലുമൊക്കെ മെസ്സേജ് ആയിരിക്കാം, ഫോൺ കോൾ ആയിരിക്കാം, അത് റിസീവ് ആകുന്നുണ്ടാകാം. കുറച്ച് പേർ ഇന്നത്തെ ദിവസം ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങളിൽ കുറച്ചും കൂടെ ഫോക്കസ്ഡ് ആയിട്ട് ഇരിക്കുന്നുണ്ടാകാം. ഫൈനലായിട്ടുള്ള നിങ്ങളുടെ അഫർമേഷൻ എന്താണെന്ന് നോക്കാം. താങ്ക് യു. I have the courage to pursue my dreams fearlessly. അപ്പോൾ ഇന്നത്തെ ദിവസം വന്നിട്ട്
പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകുക. നിങ്ങളുടെ ഉള്ളിലെ ആ ഒരു കറേജ്, ആ ഒരു ശക്തി മനസ്സിലാക്കുക. നിങ്ങൾക്ക് എന്താണോ ഡ്രീംസ് അച്ചീവ് ചെയ്യാനായിട്ടുള്ളത്, അല്ലെങ്കിൽ നിങ്ങളുടെ ഡ്രീംസിനെ കുറിച്ചിട്ട് കുറേ കൂടെ നിങ്ങൾ മനസ്സിലാക്കാനായിട്ട് ചിന്തിക്കാനൊക്കെ ആയിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ പേടിയില്ലാതെ മുന്നോട്ട് പോകുക. അപ്പോൾ ഇത്രയാണ് പൈൽ നമ്പർ 1 ചൂസ് ചെയ്തവർക്കുള്ള മെസ്സേജസ് ആൻഡ് ഗൈഡൻസ്. നിങ്ങൾക്ക് എൻ്റെ റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത റീഡിംഗ് ആയിട്ട് കാണുമ്പോൾ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു. ഹലോ പൈൽ നമ്പർ 2, വെൽക്കം ടു യുവർ റീഡിംഗ്. അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങളുടെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് എന്തൊക്കെയാണ്. അപ്പോൾ നിങ്ങളെന്നാണോ ഈ റീഡിങ്ങിലോട്ട് അട്രാക്റ്റ് ചെയ്ത് വരുന്നത്, ആ ഒരു സമയത്തെ ഗൈഡൻസ് ആയിട്ട് നിങ്ങൾക്കിത് സ്വീകരിക്കാവുന്നതാണ്. ഓക്കെ, പൈൽ നമ്പർ 2. താങ്ക് യു. പൈൽ നമ്പർ 2. Ten of Wands, again 10 of Swords, Queen of Pentacles, Justice. ഇന്നത്തെ ദിവസം നിങ്ങളുടെ ഫിനാൻഷ്യൽ ഡീലിങ്സ് ഒന്ന് കെയർഫുൾ ആകുക. ഓക്കെ, മണി നന്നായിട്ട് മാനേജ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അൺവാണ്ടഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ചിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാക്കാനായിട്ട് ലേൺ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അതുപോലെ തന്നെ സത്യം, നീതി, മെയിനായിട്ട് നിങ്ങളുടെ കരിയർ, ഫിനാൻസ് ഒക്കെ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് ആ ഒരു ട്രൂത്തിൻ്റെ പാത പിന്തുടരാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഇവിടെ 10-10 പോർട്ടലിൻ്റെ എനർജി വന്നിട്ടുണ്ട്. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ ഡിഫിക്കൽട്ടായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ സൈക്കിൾസ് എൻഡ് ആകാനായിട്ടുള്ള ആ ഒരു എനർജി നിങ്ങൾക്ക് ചുറ്റും അവൈലബിൾ ആണ്. ഓക്കെ, ഒൺലി തിങ് നിങ്ങൾ ഓവറായിട്ട് മറ്റുള്ളവരുടെ ബേർഡൻ, മറ്റുള്ളവരുടെ റെസ്പോൺസിബിലിറ്റീസ് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഓവറായിട്ട് നിങ്ങളത് ഏറ്റെടുക്കാതിരിക്കുക ഇന്നത്തെ ദിവസം വന്നിട്ട്. ഓക്കെ, കുറച്ചൊന്ന് റിലാക്സ്ഡ് ആയിട്ടിരിക്കാനായിട്ട്, പ്രത്യേകിച്ചും നിങ്ങളുടെ ബോഡി ഒന്ന് ടേക്ക് കെയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ബാക്ക് പെയിൻ ഉണ്ട്, എന്തെങ്കിലുമൊക്കെ ഫിസിക്കൽ പ്രോബ്ലംസ് ഉണ്ട്, ഇരുന്ന് കുറേ നേരം വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഫിസിക്കൽ ബോഡി, നിങ്ങളുടെ ഹെൽത്ത് കുറച്ചും കൂടെ ശ്രദ്ധിക്കാനായിട്ടും ഈ ഒരു ദിവസം നിങ്ങളോട് പറയുന്നുണ്ട്. ഓക്കെ, ബാക്കിൽ കണ്ടോ 5 of Swordsൻ്റെ എനർജി, 9 of Cupsൻ്റെ എനർജി, ഇവിടെ വന്നിട്ട് 5 of Cups, 4 of Swordsൻ്റെ എനർജി. റിലേഷൻഷിപ്സിൽ ഒത്തിരി ഹീലിംഗ് കാണാൻ സാധിക്കുന്നുണ്ട്. പാസ്റ്റിൽ നിങ്ങൾ ഈ ഒരു ആർഗ്യുമെൻറ്റ്സ്, ഫൈറ്റ്സ്, അല്ലെങ്കിൽ ഇത് വന്നിട്ട് രണ്ടുപേരുടെയും ആ ഒരു വ്യൂ പോയിന്റിലുള്ള ഡിഫറൻസ് ആയിരിക്കാം. ഓക്കെ, നിങ്ങളുടെ ആഗ്രഹങ്ങളിലുള്ള ഒരു ഡിഫറൻസ് ആയിരിക്കാം. അത് കുറേയൊക്കെ ഇവിടെ ഹീൽ ചെയ്യാനായിട്ട്, മെൻഡ് ചെയ്യാനായിട്ട്, ഓക്കെ, ഒരു യൂണിറ്റി കൊണ്ടുവരാനായിട്ട് കുറച്ച് പേർക്ക് ഇന്നത്തെ ദിവസം ബ്ലെസ്സിങ് ലഭിക്കുന്നതാണ്. അപ്പോൾ മെയിനായിട്ട് നിങ്ങൾ യൂണിറ്റിയിൽ ഫോക്കസ് ചെയ്യുക. നിങ്ങളുടെ റിലേഷൻഷിപ്സിൽ ഐക്യത്തോടു കൂടി, ഓക്കെ, ആ ഒരു എനർജിയിൽ ടാപ്പൻ ചെയ്യാനായിട്ടാണ് ഈ ഒരു സമയത്ത് പറയുന്നത്. അതുപോലെ തന്നെ ഇത് വന്നിട്ട് ഒരു സ്ട്രോങ് ഫെമിനിൻ എനർജിയാണ്. ആ ഒരു വ്യക്തിയായിട്ടുള്ള റിലേഷൻഷിപ്സും ഡീലിങ്സും ഇന്നത്തെ ദിവസം ശ്രദ്ധിക്കുക. ഓക്കെ, മെയിനായിട്ട് ഫിനാൻഷ്യൽ ഡീലിങ്സ്, കുറച്ച് പേർക്ക് ഇത് വന്നിട്ട് ബാങ്കായിട്ടുള്ള ഡീലിങ്സും ആകാം. ഓക്കെ, നിങ്ങളുടെ അഫർമേഷൻ എന്താണ്? I trust the timing of my life. Everything I want comes to me exactly when I needed it. Okay, ധൃതി കൂട്ടാതിരിക്കുക, ഡിവൈൻ ടൈമിങ്ങിൽ വിശ്വസിക്കുക ഇന്നത്തെ ദിവസം വന്നിട്ട്. അത് നിങ്ങളുടെ ഉള്ളിൽ ഒത്തിരി പീസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട്, സമാധാനം കൊണ്ടുവരാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. കുറച്ച് പേർക്ക് ഇത് വന്നിട്ട് പാസ്റ്റിനെ കുറിച്ചിട്ടുള്ള എനർജി, അല്ലെങ്കിൽ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ എപ്പോൾ വരും, ജസ്റ്റിസ് എനിക്ക് എപ്പോൾ ലഭിക്കും, എൻ്റെ വിഷ് എപ്പോൾ ഫുൾഫിൽ ആയിട്ട് വരും. ഓക്കെ, ആ ഒരു എനർജിയിൽ നിങ്ങൾ ഡിവൈൻ ടൈമിങ്ങിൽ വിശ്വസിക്കാനായിട്ടാണ്. ആ ഒരു കറക്റ്റ് ടൈം ആകുമ്പോൾ നിങ്ങൾക്ക് കിട്ടേണ്ട കാര്യങ്ങൾ നിങ്ങളുടെ അടുത്തോട്ട് കറക്റ്റായിട്ട് വരുന്നതാണ്. ഓക്കെ,
ആ ഒരു സമയം അല്ലെങ്കിൽ ആ ഒരു എനർജി ട്രസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കുറച്ച് പേർക്ക് ഇത് നിങ്ങളുടെ എഗെയിൻ ഫിനാൻസ് കരിയറായിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ആ ഒരു കോൺഫ്ലിക്റ്റിൽ നിന്ന് പുറത്ത് കടക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടാകാം. ഓക്കെ, അപ്പോൾ അതിനെല്ലാം വേണ്ടിയിട്ട് കുറച്ചും കൂടെ പേഷ്യൻസോടുകൂടി നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ട്രസ്റ്റ് ചെയ്തിട്ട് മുന്നോട്ട് പോകുക. ഇൻ കേസ് നിങ്ങൾക്ക് അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും ഹീലിങ്ങിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ കുറച്ചൊന്ന് റെസ്റ്റ് ആൻഡ് റിപ്പയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, കുറച്ച് പേരോട് പറയുന്നുണ്ട് സെൽഫ് റെസ്പെക്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇന്നത്തെ ദിവസം വന്നിട്ട്. ഓക്കെ, നിങ്ങളെ സ്വയം റെസ്പെക്റ്റ് ചെയ്യാനായിട്ട് ആ ഒരു റെസ്പെക്റ്റ്, ആ ഒരു ബഹുമാനം നിങ്ങൾ മറ്റുള്ളവരിലും കാണാനായിട്ട് അല്ലെങ്കിൽ കൊടുക്കാനായിട്ടും ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് പായൽ നമ്പർ 2 സെലക്ട് ചെയ്തവർക്കുള്ള മെസ്സേജസ് ആൻഡ് ഗൈഡൻസ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണുമ്പോൾ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു.